വിശേഷിച്ച ദൈവചാര്യം കാണുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യയുടെ കസിൻ ബ്രദറാണ് ദൈവചാര്യം. എല്ലാ യേശുക്രിസ്തുനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യും. മറ്റേ മുമ്പുകളിലേക്ക് പ്രവേശിക്കാതെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആ വാക്യം മുഴുവൻ നമുക്ക് ആവശ്യമില്ല. അതിലൊരു വാക്കാണ് നമ്മൾ ദ്വാരക്കാരൻ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ 7 കാലമായിരിക്കുന്നു എന്നവന്. ഇങ്ങനെ 7 കാലമായിരിക്കുന്നു. 7 കാലം. 7 കാലമായ വിഷയങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ അങ്ങനെയുള്ള 7 വാക്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ 7 വാക്യങ്ങളിലും ഏറിയ കാലം എന്ന വാക്ക് നമുക്ക് കാണുവാൻ പറ്റും. എത്ര വലിയ വിഷയങ്ങൾക്കും ഏറിയ കാലമായ വിഷയങ്ങൾക്കും വിടുതൽ വരുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ പല വിഷയങ്ങൾക്കും പരിധി കൽപ്പിക്കുമ്പോൾ, ഈ വിഷയത്തിന് വിടുതലില്ല എന്ന് വിധി കൽപ്പിക്കുമ്പോൾ, ആ നമ്മുടെ പരിധിക്ക് അപ്പുറമായി ഏറിയ കാലമായ വിഷയങ്ങൾക്ക് ഇന്ന് വിടുതൽ വരുവാൻ കഴിയുന്ന ദൈവം നമുക്കായിരിക്കുന്നു. ഇവിടത്തെ ഏറിയ കാലം, ഏറിയ കാലത്തെ കാത്തിരിപ്പാണ്. 3-ാമത്തെ വാക്യത്തിലുള്ള അവയെ ധ്യാനിക്കാൻ കുരുടർ, കുറന്തർ, ക്ഷേരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇവിടത്തെ ഏറിയ കാലം, ഏറിയ കാലത്തെ ഒരു കാത്തിരിപ്പാണ്. ഈ ഏറിയ കാലം 38 വർഷമാണ്. 38 വർഷമായി ഒരു വ്യക്തി കാത്തു കിടക്കുന്നു. എന്തിനു വേണ്ടി? ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടാൻ, സൗഖ്യം പ്രാപിക്കുവാൻ. പക്ഷേ ഏറിയ കാലമായിട്ടും അതൊന്നും കഴിയുന്നില്ല.
നടത്താൻ ഇവന് കഴിയാതെ അവനെ സഹായിപ്പാൻ യേശു കർത്താവ് അവന്റെ അടുക്കൽ കടന്നു. അവനെ വെള്ളത്തിൽ ഇറക്കിയില്ല. അവിടുത്തെ പ്രമാണം വെള്ളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമുള്ളൂ. അത് പുറത്തിറക്കുമ്പോ നിയമത്തിന് അതീതമായി കർത്താവ് അവനെ സൗഖ്യമാക്കി അവനെ പറഞ്ഞയച്ചെങ്കിൽ നിന്റെ ഏത് കാലത്തെ കാത്തിരിപ്പിന്റെ വിഷയത്തിന് നിയമം മാറ്റിവെച്ചുകൊണ്ട് നിയമത്തിന് അതീതമായി സഹായിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാനിവിടെ ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഏത് കാലമായി കാത്തിരിക്കുന്ന പല വിഷയങ്ങൾ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ അവരുടെ വിള്ളലിന് വേണ്ടി വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ഏത് കാലമായി കാത്തിരിക്കുന്ന നിന്റെ വിഷയത്തിന് ഈ 2025 കർത്താവ് വിടുതൽ തരുമെന്ന് ഞാൻ പ്രാണമധ്യേ പ്രവചിച്ചു വന്നിരുന്നു. ആ നിയമം മാറ്റിവെച്ച് അവന് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. നിയമത്തിന്റെ ഭാഗത്ത് വൈദ്യശാസ്ത്രം എന്ത് വിധിയെന്നിട്ട് ലോകത്തിലെ നിയമം എന്തിന്റെ ഭാഗത്ത് ആ നിയമത്തിന് അതീതമായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് എന്നും കഴിയും. നമ്മൾ എബ്രേസിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. 1 Corinthians 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് എനിക്ക് വ്യസനമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നുവെന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എബ്രേസിനെ പറ്റി ഇത്രയും മാത്രമേ തീരുമാനത്തിൽ രേഖപ്പെടുത്തിട്ടു. വേറെ എങ്ങും എബ്രേസിനെ നമ്മൾ കാണുന്നു. 2 വാക്യങ്ങൾ എബ്രേസിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. ആ 1 Corinthians 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ വംശാവലിയാണ്. 1-ാം അധ്യായത്തിൽ ആദാം തുടങ്ങിയുള്ള വംശാവലി എഴുതി വന്നിട്ട് 4-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ യഹൂദയുടെ വംശാവലി ഇന്നയാളെ ലഭിച്ചു എന്ന് പറഞ്ഞ ജീനിയോളജി വംശാവലി എഴുതി വന്നിട്ട് 8-ാം വാക്യം വരെ വംശാവലി ക്രമമായിട്ട് എന്നിട്ട് 9-10 വാക്യങ്ങളിൽ ഈ വംശാവലി എന്നും പെടാത്ത ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്ന് ഭൂമിച്ചത്. ഈ എബ്രേസിന് അപ്പന്റെ പേര് അവിടെ എഴുതിയിട്ടില്ല. 11-ാം വാക്യത്തോട് ശ്രദ്ധിച്ചാൽ എബ്രേസിലെ മക്കളുടെ കാര്യം എഴുതിയിട്ടേ ഇല്ല. ആ 2 വാക്യങ്ങളിൽ ആ വംശാവലിയിൽ പെടാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ദൈവം അവരെ കൂട്ടിച്ചത്. അവന് വേണ്ടി ഒരു പണ്ട് ഉണ്ടാക്കി, അവന് വേണ്ടി ഒരു വിട ഉണ്ടാക്കി, അവന് വേണ്ടി സ്പേസ് ഒരുക്കി ദൈവം എബ്രേസിനെ വംശാവലിക്കകത്തുകൊണ്ട് ചേർത്തത്. നിയമം വ്യക്തിയുടെ ഭാഗത്ത്
ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ദൈവത്തിന് ആവശ്യമാണ്. വരും തലമുറകൾക്ക് നമുക്ക് ബലത്തിന് വ്യസനമുച്ചനെ ദൈവത്തോളം ഉയർത്തുമെന്ന് നമുക്കൊരു സാധനമാക്കി നിർത്തുവാൻ നമ്മുടെ വസനങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വിശാലത വരുത്തുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് ബുദ്ധി പറയാം. സാക്ഷ്യത്തിന് വേണ്ടി നിന്റെ മുന്നിൽ വേണ്ടി ദൈവം ഏറിയ കാലമായി കാത്തിരുന്ന വിഷയത്തിൽ ദൈവം ഇവർക്ക് സൗഖ്യം. അപ്പോൾ ഒന്നാമത്തെ ഏറിയ കാലം, ഏറിയ കാലത്തെ കാത്തിരിപ്പ്. ആ ഏറിയ കാലം 38 വർഷമാണ്. ഇനി രണ്ടാമത്തെ ഏറിയ കാലം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഇവിടത്തെ ഏറിയ കാലം, ഏറിയ കാലത്തെ ദുഃഖം. ആ ഏറിയ കാലം 22 വർഷം. അതിനകത്ത് 3 വാക്യങ്ങൾ വായിച്ചാൽ 22 വർഷമാണ് ആ ദുഃഖകാലമെന്ന് നമുക്ക് തെളിവ് കിട്ടും. പകരം ചൂണ്ടിക്കാട്ടുന്നു. ഏറിയ കാലമാണ്. അകാരണമായ ഒരു വിഷയത്തിന്റെ മുമ്പിൽ, സത്യമല്ലാത്ത ഒരു വിഷയത്തിന്റെ മുമ്പിൽ യാക്കോബ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനോടിരിക്കുന്ന മകൻ യോസേഫ് അവൻ മരിച്ചു എന്ന ദുർവർത്തമാന നിമിത്തം അപ്പൻ ദുഃഖിക്കുന്നു. മകനെ ചൊല്ലിയുള്ള ഏറിയ കാലത്തെ ദുഃഖം. ഇവന്റെ ദുഃഖം തുടങ്ങുന്നത് 37-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്താണ്. ഈ 22 വർഷമാണ് ഈ ദുഃഖകാലം എന്നുള്ളതിന്റെ തെളിവ് ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടും. 37-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോസേഫിന്റെ 17-ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ് ആ അധ്യായം മുഴുവൻ. ആ 17-ാമത്തെ വയസ്സിലാണ് ഇവൻ 2 സ്വപ്നങ്ങൾ കാണുന്നു. ഒന്നാമത്തെ സ്വപ്നം 7-ാം വാക്യത്തിലുണ്ട്. 11 കറ്റകൾ തന്റെ കറ്റയെ കുമ്പിടും. വ്യാഖ്യാനം അവിടെയുണ്ട്. 11 സഹോദരന്മാർ തന്നെ കുമ്പിടും. ഇതാണ് ഒന്നാമത്തെ സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം 9-ാം വാക്യത്തിലുണ്ട്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസേഫിനെ കുമ്പിടും. വ്യാഖ്യാനം അവിടെ തന്നെയുണ്ട്. അപ്പൻ കൊടുക്കുന്നു, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ കുമ്പിടുമോ? ഒന്നാമത്തെ സ്വപ്നത്തിൽ അപ്പനില്ല, അമ്മയില്ല. രണ്ടാമത്തെ സ്വപ്നത്തിൽ അപ്പനും അമ്മയും കൂടെ ചേർന്ന് മക്കളും യോസേഫിനെ കുമ്പിടും. യോസേഫിന്റെ ജീവിതം 3 ഈരന്റെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ 3 സ്വപ്നങ്ങളാണ് യോസേഫിന്റെ 3 വഴിത്തിരിവുകൾ. ഒന്നാമത്തെ 2 സ്വപ്നങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. യോസേഫ് കണ്ട 2 സ്വപ്നങ്ങൾ. യോസേഫിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ വഴിത്തിരിവാണ് ഈ 2 സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ കാരണം അവരുടെ സഹോദരന്മാർ അവരെ പകയ്ക്കുന്നു, അവരെ ദ്വേഷിക്കുന്നു, അവരോട് സമാധാനമായി സംസാരിക്കുന്നില്ല, അവനോട് അസൂയപ്പെടുന്നു. ആ വാക്യങ്ങളൊക്കെ ആ 32-ാം അധ്യായത്തിൽ ശെഖേമിന്റെ സഹോദരന്മാർ ആളുകളെ വിളിക്കുന്നു. ക്ഷേമം അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞാൽ അപ്പപ്പൊതിയും വീട് തുരുത്തിയും യോസേഫിന്റെ കൈക്ക് കൊടുത്ത അപ്പൻ യാക്കോബ് ശെഖേമിലേക്ക് പറഞ്ഞയക്കും. ഈ യോസേഫ് ശെഖേമിൽ വരുന്നതിന് മുമ്പ് ദൈവം യോസേഫിന്റെ സഹോദരന്മാരെ അവിടെ നിന്ന് ദോദാനിലേക്ക് മാറ്റി.
അത് യാദൃച്ഛിക സംഭവമല്ല. യോസേഫിന് മിസ്രൈമിലെ കൊട്ടാരത്തിലേക്കുള്ള വഴി തുറന്ന് കിടക്കുന്നത് ശെഖേമിൽ കൂടിയല്ല, ദോതാനിൽ കൂടി. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുന്ന വഴി ശെഖേമല്ല, ദോതാനാണ്. അതുകൊണ്ട് ദൈവം യോസേഫ് ചെല്ലുന്നതിന് മുമ്പ് ഇവരെ ദോതാനിലേക്ക് മാറ്റി. ശെഖേമിൽ ചെന്ന ഈ യോസേഫ് ചുറ്റി നടക്കുമ്പോൾ യാദൃച്ഛികമായ ഒരു മനുഷ്യനെ കണ്ടു. അതും ഒരു യാദൃച്ഛിക സംഭവമല്ല. യോസേഫിനോട് ബന്ധത്തിൽ യാദൃച്ഛികമാണെങ്കിൽ നീ എന്ത് ആരെ ചുറ്റി നടക്കുന്നു, എന്താ അപേക്ഷിക്കുന്നു, ആരെ അപേക്ഷിക്കുന്നു? എന്റെ സഹോദരന്മാർ ഇവിടെ ആളയിക്കാൻ വന്നത്. അവൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, ദോതാനിലേക്ക് പോകാമെന്ന് അവൻ പറയുന്നത് ഞാൻ കേട്ടു. അല്ലെങ്കിൽ ദൈവം ഇവരെ കൊണ്ട് കേൾപ്പിച്ചു. അവരാ സംസാരിക്കുമ്പോൾ ദൈവം ഇവിടെ അങ്ങനെ അങ്ങോട്ട് അയച്ചു, നീ ഇത് കേൾക്കണം. ആ കേട്ട മനുഷ്യൻ കേട്ടേച്ച് പോയില്ല, അവിടെ നിൽക്കുക. യോസേഫ് വരുന്നവർ അങ്ങനെ യോസേഫ് ദോതായിച്ചു. അപ്പോൾ സഹോദരന്മാർ പറയുന്നു, സ്വപ്നക്കാരൻ വരും, നമുക്കവനെ കൊല്ലാം. അവൻ ഇടപെട്ടു, മൂത്തവൻ ഇടപെട്ടു, കൊല്ലണ്ട, നമുക്കവനെ പൊട്ടക്കുഴി ഇടാം. അങ്ങനെ പൊട്ടക്കുഴി ഇട്ടു. ഇവരെ കയ്യിൽ നിന്ന് ഇവനെ രക്ഷിച്ച ഇവനെ അപ്പനെ അടുക്കത്തോട് എത്തിക്കാൻ വേണ്ടിയാണ് റൂബേൻ ഇത് ചെയ്തത്. ശേഷം 10 സഹോദരന്മാർ മാറി കിട്ടാൻ റൂബേൻ കാത്തു നിൽക്കുകയാണ് ഈ യോസേഫിനെ രക്ഷിക്കാൻ. സമയം വന്നപ്പോൾ ദൈവം റൂബേനെ അവിടെ നിന്ന് മാറ്റി. അപ്പോഴാണ് മിദ്യാന കച്ചവടക്കാർ പോകുന്നത്. അവരുടെ കച്ചവട വസ്തുക്കൾ, സുഗന്ധ ദ്രവ്യങ്ങൾ, സന്നിനായകം, കുന്തിരിക്കം, ഗോളകണ്ടി, ഇതൊക്കെയാണ് അവരുടെ സുഗന്ധവർഗ്ഗങ്ങൾ, കച്ചവടച്ചരക്ക്. ഇവർ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ ഒരു കച്ചവടച്ചരക്കുണ്ട്, വേണമെന്ന് ചോദിച്ചു. ആ കച്ചവടം. അപ്പൊ യഹൂദയാണ് ഇത് സംസാരിക്കുന്നത്. ഇവരെ ഇങ്ങനെ ഇട്ട് കൊല്ലണ്ട, കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാം. അവനെ വച്ച് കഴിച്ച് വിലപേശി. ഒരു വണ്ടിക്കാരയ്ക്ക് വിലപേശുന്നത് പോലെ സ്വന്തം സഹോദരന് വില പറഞ്ഞു. അവൻ 20 വെള്ളിക്കാശ് വില പറഞ്ഞു. 20 വെള്ളിക്കാശിന് ഇവനെ വിറ്റു. 10 സഹോദരന്മാർ 20 വെള്ളിക്കാശിന് വിറ്റെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് കിട്ടിയത് 2 വെള്ളിക്കാശാണ്. അന്നത്തെ ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശാണ്. അപ്പൊ 2 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ കൂലിയാണ് ഇവർക്ക് ഓരോരുത്തർക്ക് കിട്ടിയത്. ഇവരെ കൊണ്ടുപോയി കണ്ണിന് പറഞ്ഞപ്പോൾ റൂബേൻ പറഞ്ഞു, ബാലനെ കാണുന്നില്ല, അവർ നിലവിളിക്കും. വിശുദ്ധിക്ക് വേണ്ടി പോരാടി ഈജിപ്തിൽ ചെന്നിട്ട് ഈ യോസേഫ് കുണ്ടതയിൽ അകപ്പെട്ടു. യോസേഫിന്റെ ജീവിതത്തിലെ 2ാമത്തെ വഴിത്തിരിവ് അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹന്മാരുടെ പ്രമാണിയും കണ്ട ഓരോ സ്വപ്നങ്ങൾ. അതാണ് 2ാമത്തെ 2 സ്വപ്നങ്ങൾ. ആ സ്വപ്നമാണ് യോസേഫിന്റെ 2ാമത്തെ വഴിത്തിരിവിന് കാരണമായത്. പാനപാത്രവാഹന്മാരുടെ പ്രമാണി ഫറവോൻ 2 സ്വപ്നം കണ്ടപ്പോൾ 3ാമത്തെ സ്വപ്നമാണ്. ഫറവോൻ 2 സ്വപ്നം കണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ പാനപാത്രവാഹന്മാരുടെ പ്രമാണി പറയുന്നു, എന്റെ കുറ്റം ബോധ്യം വരുന്നു, സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരുത്തൻ കുണ്ടലേക്ക് കടന്നു. അവനെ കൊണ്ടുവന്നു. ഈ യോസേഫ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ വയസ്സ് 30 വയസ്സ്. 41-ാം അധ്യായം 41-ാം അധ്യായം 46-ാം വാക്യം 41-ാം അധ്യായം 46-ാം വാക്യം. ആ 30 വയസ്സ്. 17-ാമത്തെ വയസ്സിലാണ് ഈ യോസേഫ് അപ്പനിൽ നിന്ന് അകലുന്നത്. ആ 37-ാം അധ്യായത്തിൽ ഒരു ആടിനെ കൊല്ലുന്നു, അതിൽ യോസേഫിന്റെ അങ്കി മുക്കുന്നു, അപ്പനി അടുക്കൽ കൊണ്ടു കൊടുക്കുന്നു. അവരുമാവ് നമുക്ക് വേണമെന്ന് വായിക്കാം. 31-ാം വാക്യം 37-ാം അധ്യായം. കൊന്നു, മുക്കി,
വെച്ചു. അന്നാണ് ഈ യാക്കോബിന്റെ ദുഃഖകാലം തുടങ്ങുന്നത്. യോസേഫിന്റെ 17ാമത്തെ വയസ്സിൽ യാക്കോബിന്റെ ദുഃഖകാലം തുടങ്ങും. മിസ്രയീമിൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യോസേഫിന്റെ വയസ്സ് 30 നിന്ന് 17 കുറച്ചാൽ 13 വർഷം. 13 വർഷമായിട്ടും യാക്കോബിന്റെ ദുഃഖം കഴിഞ്ഞില്ല. ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്ത ഫറവോന് ആദ്യത്തെ 7 വർഷം സുഭിക്ഷത, പിന്നത്തെ 7 വർഷം ശാപം. സുഭിക്ഷതയുടെ 7 വർഷവും കഴിഞ്ഞു. 13ഉം 7ഉം 20 വർഷം കഴിഞ്ഞു. യാക്കോബിന്റെ ദുഃഖകാലം കഴിഞ്ഞില്ല. ശാപത്തിന്റെ 2ാം വർഷം സഹോദരന്മാർ വന്നു. 45ാമത്തെ 45ാമത്തെ 6ാം വാക്യം. 45ാമത്തെ 6ാം വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് 2 വർഷം, ഇനി 5 വർഷം കൂടാതെ യോസേഫ് സഹോദരന്മാരോട് പറഞ്ഞു 20ഉം 2ഉം 22 വർഷം. യാക്കോബ് ദുഃഖം അനുഭവിച്ചിട്ട് ഇപ്പോൾ 22 വർഷം. 22 വർഷത്തിന് ശേഷം സഹോദരന്മാർ ധാന്യം കൊള്ളാൻ വന്നിരിക്കുക. യോസേഫിനെ അവരെ മനസ്സിലായി, അവർക്ക് യോസേഫിനെ മനസ്സിലായി. കാരണം വർഷം 22ആയി. ദ്വിഭാഷി മുഖാന്തരമാണ് സംഭാഷണം. അപ്പോൾ അവർക്കൊട്ടും യോസേഫിനെ മനസ്സിലായി. യോസേഫ് ആദ്യം കഠിനമായിട്ടൊക്കെ ഇടപെട്ടു. ഇവരെ കണ്ടപ്പോൾ എന്തെല്ലാം ചിന്തകൾ യോസേഫിന്റെ മനസ്സിൽ കൂടെ പോയി കാണും. എന്നെ വിറ്റ് കളഞ്ഞ 10 സഹോദരന്മാർ, ഇവരോട് പ്രതികാരം ചെയ്യാം, പിടിച്ച് കുട്ടത്തെ കളയ്ക്കാം. 2ാമത്തെ ചിന്ത, അവർക്ക് എന്നെ മനസ്സിലായില്ല, എനിക്ക് അവരെ മനസ്സിലായില്ല എന്ന ഭാഗത്തിൽ യോസേഫ് എനിക്ക് അങ്ങനെ മാറ്റിയിട്ട് പോകട്ടെ, ഗുണവുമില്ല ദോഷവുമില്ല, അങ്ങനെ പ്രതികരിക്കാം. 3ാമത്തെ ചിന്ത, ഇവരെ കണ്ട മാത്രമേ ഇവരെ അത്യാവശ്യം അറിയേണ്ട 2 വ്യക്തികൾ. ഒന്ന്, എന്റെ അപ്പൻ 22 വർഷം കഴിഞ്ഞു ജീവനോടുണ്ട്. 2, എന്റെ അമ്മയുടെ പുത്രൻ ബെന്യാമീൻ, ഇവരെ കാണുന്നില്ല, എന്നോട് ചെയ്ത കളിക്കഴിവല്ല അവനോട് ചെയ്തിട്ടുണ്ടോ? ഇവരെ 2 പേരെ പറ്റി യോസേഫിന് അറിയാം. ഇവരടുത്ത് വന്നപ്പോ ഈ യോസേഫ് കഠിനമായിട്ട് ഇടപെട്ടു. യോസേഫ് ഇവരെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വായിൽ നിന്ന് ഈ 2 വ്യക്തികളെ പറ്റിയുള്ള മറുപടി കിട്ടി. 42ാമത്തെ 12-13 വാക്യങ്ങൾ. 12-13 42ാമത്തെ 12-13. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ. അപ്പൊ ഇളയവനുണ്ട്, അപ്പനുണ്ട്. അപ്പൊ പിന്നെ കാര്യം എളുപ്പം. ഇളയവനെത്തി അപ്പനെത്തിയല്ല, യോസേഫ് ചോദിക്കാൻ വന്നില്ല. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവര് പറഞ്ഞു ഇളയവനുണ്ട്, അപ്പനുമാണ്. അപ്പൊ ഇളയവനെ കൊണ്ടുവരും. യോസേഫ് ഇറങ്ങിച്ചെന്ന് ശിമിയോനെ പിടിച്ച കുട്ടതയിൽ കയ്യിൽ കിട്ടിയ ഒരുത്തിനെ പിടിച്ച് കുട്ടതയിലാക്കിയതല്ല, അതിന് അവസ്ഥമാണ്. ഈ യോസേഫിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോ ഇടപെട്ട കൊല്ലുന്നതിൽ നിന്ന് കുഴിക്കത്തിടാനായിട്ട് അത് പ്ലാൻ ചെയ്തു. ഇത് യോസേഫ് എങ്ങനെ മനസ്സിലാക്കി? യോസേഫിനോട് കഠിനമായി ഇടപെട്ടപ്പോ തന്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അപ്പൊ യോസേഫിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ യോസേഫിന് മനസ്സിലായി, എനിക്ക് വേണ്ടി രൂപേ സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചു. ഇനി രൂപേൻ ഇല്ലാതിരുന്ന സമയത്താണ് വിദ്യാലയ കച്ചവടക്കാർക്ക് കച്ചവടം നടക്കുന്നത്. അത് യോസേഫിന്റെ കണ്ണിന്റെ വെട്ടത്ത് നടക്കുന്ന കച്ചവടം. രൂപേൻ ഇല്ല. അപ്പോ രണ്ടാമൻ ശിമിയോൻ. യോസേഫിന് വേണ്ടി വാദിക്കേണ്ടത് ശിമിയോനാണ്. അവനെ വിൽക്കണ്ട എന്ന ഈ ശിമിയോൻ പറഞ്ഞു. പക്ഷെ അവൻ മൗനം ദീക്ഷിച്ചു. അപ്പോൾ യോസേഫ് മനസ്സിൽ കണ്ടു, രൂബേൻ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സംസാരിച്ചു. ശിമിയോനെ, നീ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് നീ സംസാരിച്ചില്ല, അതുകൊണ്ട് നീ കൂടെ കിടക്കും. എന്താണ് ഈ ആത്മീയത്വം? കർത്താവിന് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ സംസാരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളായ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരിലെന്താ ബെന്യാമീനെ കൊണ്ടുവന്നു. കുണ്ടരെ കണ്ട ശിമിയോനെ പുറത്തിറക്കി. 11 പേർ യോസേഫിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഒന്നാമത്തെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നത് 43-ാം അധ്യായം 26-ാം വാക്യം. 43-ാമത്തെ ആയോ 26-ാമത്തെ വാക്യം. അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. 22 വർഷം മുമ്പ് യോസേഫ് കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അന്ന് അവിടെ നിറവേറി. 11 കറ്റകൾ തന്നെ കുമ്പിടുന്ന ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അന്ന് അവിടെ നടവേറി. ദൈവത്തിന്റെ ഒരു ആലോചന ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം എത്ര നീണ്ടുപോയാലും അത് അതുപോലെ സംഭവിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കലും പാഴ്വാക്ക് പറയുന്നവരല്ല. ഒരു കാര്യം ചെയ്തു തരാമെന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ സമയം നീണ്ടുപോയി എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അത് അതുപോലെ സംഭവിക്കും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും അതിന് സാക്ഷികളാണ്. അങ്ങനെ ശേഷിച്ച ദർശനങ്ങൾ നിറവേറ്റി തരാൻ വിളിച്ച ദൈവം മതിയായവൻ. ഇനി രണ്ടാമത്തെ സ്വപ്ന സാക്ഷാത്കാരം. അപ്പൻ കുമ്പിടുന്നു. ഇതിനോടൊരു അമ്മ മരിച്ചു, നമുക്കറിയാം. ഈ യോസേഫ് ഇവരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഈ നിങ്ങളുടെ അപ്പനുണ്ടല്ലോ വൃദ്ധനായ മനുഷ്യൻ സുഖമായിരിക്കുന്നുവോ? അടുത്ത വാക്യം നമുക്ക് നോക്കാം. 27, 22. അവൻ അവരോട് ഉത്തര പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ? അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ അത് ഓടിച്ചു വായിച്ചത്, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയായ സുഖം തന്നെ ജീവനോടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ അപ്പനായ നിന്റെ കേൾക്കണമെങ്കിൽ ചങ്കിനൽപ്പം കട്ടിയുണ്ടെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നു. എന്റെ അപ്പൻ എന്റെ അടിയാന. ആശയം മനസ്സിലായി? നമ്മുടെ അപ്പൻ നമ്മുടെ അടിയാനെന്ന് പറഞ്ഞാൽ അപ്പനെ ബഹുമാനിക്കുന്ന ഒരു മക്കളും കേട്ടോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, ഇവരെന്താണ് ഈ പറയുന്നത്? എന്റെ അപ്പൻ എന്റെ അടിയാനോ? ഇത് പറഞ്ഞിട്ട് കുമ്പിട്ടെന്ന് പറഞ്ഞാൽ അപ്പനായി വലിച്ചടിച്ചു കൊണ്ടുവന്ന കുമ്പിടിയ അപ്പൻ കുമ്പിടുമോ? അപ്പനെ കുമ്പിടിപ്പിക്കുന്നവരാണ് ദൈവം.
അപ്പഴേ അറിയും. ഒരു 3-4 വാക്യം ഞാൻ ചൂണ്ടിക്കാണില്ല. 44-ാം അധ്യായം 23-24. അവിടത്തെ അടിയാനായ അപ്പൻ 27-ാം വാക്യം. അവിടത്തെ അടിയാനായ അപ്പൻ 30-ാം വാക്യം. അവിടത്തെ അടിയാനായ അപ്പൻ 31-ാം വാക്യം. അവിടത്തെ അടിയാനായ അപ്പൻ. അപ്പൊ ഒരു പ്രാവശ്യമല്ല ഈ വാക്ക് പറയും, ആവർത്തിച്ച് ഇവർ പറയുന്നു അവിടത്തെ അടിയാനായ അപ്പൻ. അടിയാനായ അപ്പൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അപ്പനാ. മന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയുടെയും അപ്പനാണ് ഇവർ പറയുന്ന അവിടത്തെ അടിയാനെന്ന് പറയുന്ന അപ്പൻ. സ്വപ്ന സാക്ഷാത്കാരം. ഒരു 11 ഭാഗം തന്റെ അരമനയിൽ ഭക്ഷണവും. അപ്പോഴൊക്കെ മനസ്സിലാവുന്നു തങ്ങളുടെ വ്യക്തികളെ യോസേഫാണ് ഈ വ്യക്തിയെ. യോസേഫ് ഇവരെ അരമനയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഭാര്യക്കാരോട് പറഞ്ഞു, തടിച്ച മൃഗങ്ങളെ അടുത്ത പിരിതൊതുക്കണം. യോസേഫ് ഉച്ചയായി പറഞ്ഞു. യോസേഫ് ഇറങ്ങിച്ചെന്ന ഈ 11 പേർ പ്രായത്തിനൊത്ത തന്റെ തീന്മേശയ്ക്ക് ചുറ്റും പിടിച്ചിരുന്നു. റൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, ദാൻ, നഫ്താലി, ആശേർ. 11-ാമത്തെ കസേരയിൽ ആരെ ഇരുത്തി? അതെന്റെ കസേര. പക്ഷെ ഇപ്പൊ ഞാൻ ഇരിക്കുന്നു. ഇത് ഈജിപ്ഷ്യനെ പോലെ അഭിനയിക്കും. 12-ാമത്തെ കസേരയിൽ ബെന്യാമിനെ പിടിച്ചിരുന്നു. അപ്പൊ ഇവർ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. യോസേഫ് വേറൊരു കസേരയിൽ ഇരിക്കുകയും മേശയിൽ. അന്ന് ഇസ്രായേലിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല. മിസ്രയീമിലേക്ക് അത് നിഷിദ്ധം. യോസേഫ് തന്റെ മേശയിൽ നിന്ന് ഇവർക്കെന്റെ ഓഹരി, ബെന്യാമീന്റെ ഓഹരിയോ 5 കെട്ടിയ തിന്നെ സങ്കമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യോസേഫിന്റെ മനസ്സ് 22 വർഷത്തിനപ്പുറത്തേക്ക് പടഞ്ഞു. ഇന്ത്യക്ക് 22 വർഷത്തിൽ മുമ്പ് ഞാൻ കൊണ്ടുവന്ന അപ്പപ്പൊടി ഇവര് പിടിച്ചു വാങ്ങി ഭക്ഷിക്കുമ്പോ, ഞാൻ കൊണ്ടുവന്ന വീട്ടിൽ തുരുത്തി ഇവര് പിടിച്ചു വാങ്ങി കുടിക്കുമ്പോ, ഞാൻ വിശന്നവനായി ദാഹിച്ചവനായി പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോ എന്റെ വിശപ്പും ദാഹവും ഇവര് മനസ്സിലാക്കി. അത് നമ്മൾ കാണുന്നത് ആമോസ് പ്രവചനത്തിലാണ്. ഇപ്പൊ പുസ്തകത്തിലില്ല. 6-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. നിങ്ങൾ കലശങ്ങളിൽ വീതി കൊടുത്തു വിശേഷതയുടെ പൂശു. യോസേഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നു. യോസേഫ് കേട് പിടിച്ച് ഒട്ടക്കുഴി കിടക്കുമ്പോ നിങ്ങൾ എന്തിയായിരുന്നു കലശങ്ങളിൽ വീതി കുടിക്കുന്നു. ആര് കൊണ്ടുവന്ന വീതി? യോസേഫ് കൊണ്ടുവന്ന വീതി. ഒരു കൊച്ചു കഷ്ണം അപ്പത്തിന് വേണ്ടി കെച്ചി അപേക്ഷിച്ചു കൊടുത്തി. ഇതുപോലെ ഒന്നിച്ചിരുന്ന് വട്ടമിട്ട് ഭക്ഷിച്ച് തിന്നു കുടിച്ച് സംഗമിക്കാവുന്ന ചിന്തയിൽ തിന്നാതെ കുടിക്കാതെ കൊണ്ടുവന്ന ഭക്ഷണം അമരനിധിയായി കുടിക്കേണ്ടി വരുമ്പോൾ യോസേഫിന്റെ വിശപ്പ് മനസ്സിലാക്കി. ആരെന്റെ സഹോദരന്മാർക്ക് ഇന്ന് എന്റെ തീന്മേശയിൽ നിന്ന് രാജകീയ ഭോജനം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ദൈവമേ നിന്റെ കൈകളെ ബലപ്പെടുത്തിയല്ലോ എന്ന ചിന്ത അവനെ വഹിച്ചപ്പോൾ അവനോട് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഉൾമുടിപ്പോയി പറയുന്ന വിദ്വേഷവുമല്ല, പറഞ്ഞു പോകുന്നത് ദൈവ സ്നേഹത്താൽ അവന്റെ ഉള്ള വാണിക്കത്താൽ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇല്ലായ്മയുടെ കാലത്ത് പലരും കണ്ടിട്ട് കാണാതെ കടന്നു പോയത് ഇല്ലാതിട്ടല്ല, ഉണ്ടായിട്ട് പോലും സഹായിക്കാത്തവരുടെ മധ്യത്തെ ഈ
പറഞ്ഞു, ഞാൻ നിങ്ങൾ വിറ്റ് കളഞ്ഞ യോസേഫായി ഞാൻ. അത് പറയുമ്പോ കൊട്ടാരത്തിലുള്ള ആരും അത് കേട്ടില്ല. നിങ്ങൾ വിറ്റ് കളഞ്ഞാണ് ഞാൻ. അപ്പൊ മറ്റു കൊട്ടാരത്തിലുള്ളത് കേട്ടാൽ ഇവരോട് സമീപനം, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ വിറ്റ സഹോദരന്മാരാണ് വന്നു കഴിഞ്ഞു. അവിടെ പ്രതികരണം വേറെ കച്ചവടമായി ഭാവി അതുണ്ടാകാതിരിക്കാൻ അവര് കേൾക്കാതെ എല്ലാവരും പുറത്താക്കിയ ശേഷമാണ് ഈ സത്യം യോസേഫ് വിളിച്ചു പറയുന്നത്. ഒരു കെട്ടിപ്പിടിച്ച് ചുപ്പിക്കുന്നു. അവരുടെ സത്യം ആദ്യം വന്നപ്പോ യോസേഫ് പറഞ്ഞു, ഓരോരുത്തരുടെ ചാക്കിനെ വായിക്കാൻ അവരവരുടെ ദ്രവ്യം വച്ചു വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ വിറ്റ് കാശാക്കി. നിങ്ങൾക്ക് കിട്ടിയത് 2 വെള്ളിക്കാശ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ വാങ്ങിക്കുന്നു. ധാന്യം വേണോ? ധാന്യം ഞാൻ വെറുതെ തരാം. ഒരുപാട് നിങ്ങൾ പോകാമോ? നിങ്ങളുടെ ചില്ലിക്കാശ് എനിക്ക് വരും. 2ാം പ്രാവശ്യം തന്നെ വെളിപ്പെടുത്തി. ആ സമയം വേണുകൂടം പണം അങ്ങോട്ട് കൊടുത്ത ധാന്യം കൊടുത്ത് അവരെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുമ്പോ രഥത്തിൽ അവരെ തിരിച്ചയച്ചു. നിങ്ങൾ വെയിൽ കൊണ്ടല്ല, വെയിൽ കൊള്ളാതെ രഥത്തിൽ പോകാമോ? ഞാൻ വെയിൽ കൊണ്ട് കാരണമാണെന്ന് ഇങ്ങോട്ട് വന്നു. ഇന്ത്യയുടെ കച്ചവടക്കാർക്ക് വിറ്റപ്പോഴുണ്ടല്ലോ, അവർ ഒട്ടാപ്പുറത്ത് വേറ്റി 5000 കൊണ്ടുവന്നു. ഇവൻ അടിമയാണ്. ചുറ്റുവടുത്ത മണലാലയത്തിൽ കൂടി നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾ കണ്ടപ്പുറത്താ വന്നത്. പക്ഷെ തിരിച്ച് ഞാൻ നിങ്ങളെ രഥത്തിൽ പറഞ്ഞു, രഥത്തിൽ പറഞ്ഞു. എന്നിട്ട് യാക്കോബിനെ കൊണ്ടുവരുവാൻ പ്രത്യേകം രഥം അയച്ചു. എപ്പോഴാണ് യാക്കോബിന്റെ ദുഃഖം കഴിഞ്ഞത്? ആ 45-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 27, 28 വാക്യങ്ങൾ. യാക്കോബിന്റെ ദുഃഖം കഴിഞ്ഞു. 22 വർഷമാണ്. ഏത് കാലത്തെ ദുഃഖം അവസാനിച്ചത്? യോസേഫ് അകാരണമാണ്. സത്യമല്ലാത്ത വിഷയത്തിന്റെ മുമ്പിൽ യാക്കോബ് ദുഃഖം അനുഭവിക്കും. കള്ളസാക്ഷ്യം പറയുന്ന ഒരു അങ്കിയുടെ മുമ്പിൽ യാക്കോബ് കിടന്ന് നിലവിളിക്കുന്നു, ദുഃഖിക്കുന്നു. അതിൽ പറ്റിയിരിക്കുന്ന ചോരക്കര യോസേഫിന്റേതല്ല, ഒരു കോടാനിന്റേതാണ്. ഒരു അങ്കിയുടെ മുമ്പിൽ, കള്ളസാക്ഷ്യം പറയുന്ന അങ്കിയുടെ മുമ്പിൽ അപ്പൊ ദുഃഖിച്ച് നിലവിളിച്ചു. ഇനി യോസേഫിന്റെ പുറകെ ചെന്നാലോ, അങ്ങനെ മറ്റൊരു രാജ്യത്തെ ഈജിപ്റ്റ്, ഇസ്രായേൽ കള്ളസാക്ഷ്യം പറയുന്ന ഒരു അങ്കിയുടെ മുമ്പിൽ യോസേഫ് ബന്ധിക്കപ്പെട്ട് ഉണ്ടേക്കണം. പൊത്തിഫേറിന്റെ ഭാര്യ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന അകലിയാണ്. ആ അങ്കി പറയുന്ന സാക്ഷ്യം സത്യമല്ല. നേര് പറയാത്ത യോസേഫിന്റെ അങ്കിയുടെ മുമ്പിൽ അപ്പം കിടക്കും. നേര് പറയാത്ത യോസേഫിന്റെ മറ്റൊരു അങ്കിയുടെ മുമ്പിൽ യോസേഫ് കിടക്കും. അപ്പനെ ഒരു നാട്ടിൽ, മകനെ മറ്റൊരു നാട്ടിൽ തളച്ചു. ഇനി ഒരിക്കലും ഇവർ കൂടി കാണത്തില്ല എന്ന് പിശാച് പറഞ്ഞ സ്ഥാനത്ത് ഈ 2 അടികളെയും വലിച്ചിട്ട് അപ്പനെയും മകനെയും ഗോശൻ ദേശത്ത് അവരെ ഒന്നിച്ച് യോജിപ്പിച്ചെങ്കിൽ കള്ളസാക്ഷ്യം പറയുന്ന ചില അങ്കികളെ സ്വർഗ്ഗത്തിലെ ദൈവം വലിച്ചിട്ട് ദുഃഖവിഷയമായി ദൈവം മാറ്റും.
രണ്ട്, ഏത് കാലത്തെ ദുഃഖം അതിന് ദൈവം കൊടുത്തു. ഇനി മൂന്നാമത്തെ ഏരിയ ആവർത്തന പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചുറ്റി നടന്നു. മതി, വടക്കോട്ട് തിരി. ഇവിടത്തെ ഏറിയ കാലത്തെ ചുറ്റി നടന്നു. വലിയ പ്രയോജനമുണ്ട്, ഒരു പ്രായമുണ്ട്. ഈ ജനത്തെ ദൈവം വിളിച്ചത് സേരി പർവ്വതത്തിന്റെ ചുറ്റി നടന്ന് ചുറ്റി നടക്കാനല്ല, അങ്ങ് കനാനാട്ടിൽ എത്തിക്കാൻ. അതാണ് വാഗ്ദത്ത ദേശം. പക്ഷേ വഴി ഒരു സേരി പർവ്വതത്തിന്റെ ചുറ്റി കടന്ന് ഇവരിങ്ങനെ നടക്കുക. പ്രയോജനമില്ലാത്ത നടപ്പ്. എവിടെ തുടങ്ങിയോ നടപ്പ് കഴിയുമ്പോൾ അവിടെ വരും. പിന്നെ നടക്കും, തുടങ്ങിയവരുടെ അവസാനിക്കും. മുന്നോട്ടൊരു ചുവടുവയ്പ് വയ്ക്കാൻ കഴിയാതെ വന്ന് ചുറ്റിക്കുന്ന ഒരു പോരാട്ടം. ആ ചുറ്റിക്കുന്ന പോരാട്ടത്തെ ദൈവം പറയുന്നു, ഞാനിത് മതിയാകും. അധികനാളിൽ ചുറ്റി നടക്കേണ്ടി വരത്തില്ല, പണം ചെലവാക്കേണ്ടി വരത്തില്ല. ആവശ്യമില്ലാതെ ഒറ്റ സെക്കൻഡ് പണം ഇടുന്നത് പോലെ പണം സമയം മുന്നോട്ട് പോകാൻ കഴിയാതെ ചുറ്റിപ്പിക്കുന്ന അവസ്ഥകൾക്ക് ദൈവം ഒരു വിടുതൽ ആ ജനത്തിന് കൊടുത്തേക്ക്. എങ്ങനെ കൊടുത്തു? വടക്കോട്ട് തിരിയാൻ. വടക്കൻ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള സ്ഥലമാണ് ഈ വടക്കൻ. പണ്ട് സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സമയത്ത് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചപ്പോ ഭൂപടം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിന്റെ മുകൾ വശം വടക്ക്, താഴെ വശം തെക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്. അത് ഇപ്പോഴൊക്കെ അറിയിക്കണം. ഭൂപടം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുകൾ വശം വടക്ക്. അപ്പൊ വടക്കെന്ന് പറഞ്ഞാൽ മുകൾ, തലയ്ക്ക് മുകളിലുള്ള സ്ഥലമാണ് വടക്ക്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഉത്തരഗിരിയായ സിയോൻ ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും. അപ്പോൾ സിയോൻ പർവ്വതം എവിടെയാണ്? അത് വടക്കാണ്. അപ്പോൾ ഈ ചുറ്റിത്തിരിയൽ അവസാനിക്കണമെങ്കിൽ എങ്ങോട്ട് തല ഉയർത്തണം? വടക്കോട്ട് തല ഉയർത്തണം. ഉയരത്തിലേക്ക് തല ഉയർത്തുമ്പോൾ ചുറ്റിത്തിരിയൽ അവസാനം. ഈ സേരി പർവ്വതം ഏശാവിന്റെ പർവ്വതം, ഏശാവിന് കൊടുത്ത പർവ്വതം. ആ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവകാശമായി കൊടുത്തിരിക്കും. യേശാവ് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയത് അവന്റെ പർവ്വതത്തിന് ചുറ്റുമാണ് ഇപ്പോൾ വാഗ്ദത്തം പ്രാപിച്ച ഇസ്രായേൽ മക്കൾ ചുറ്റി നടക്കുന്നു. ആ ചുറ്റി നടത്തത്തിൽ ദൈവം ഒരു അതിഥി. അനാവശ്യമായ ചുറ്റി നടന്നു, അനാവശ്യമായ സമയനഷ്ടം. ഈ 2025 അനാവശ്യമായ ചുറ്റി നടക്കാൻ ഇടയാകാത്തവരുണ്ട്. നീ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കാൻ ഇറങ്ങിയോ, ഏത് വിഷയത്തിന് വേണ്ടി കാല് വച്ചോ, നിന്റെ തലമുറ ഏത് വിഷയത്തിന് വേണ്ടി കാല് വച്ചോ, ആ വിഷയത്തെ ഇനി അനാവശ്യമായ സമയനഷ്ടം.
അല്പം പോലും സമയം നഷ്ടപ്പെടാതിരിക്കാതെ അല്പം പോലും പണം ആ വിഷയത്തിന് ചിലവഴിക്കാതിരിക്കാറുണ്ട്. ഈ ചുറ്റി പിരിയതിലെ ഈ വർഷം സ്വർഗ്ഗത്തിലെ ദൈവം അവസാനിപ്പിക്കും. ഈ ചുറ്റി നടക്കേണ്ടി വരത്തില്ല. ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് കാവി ഇറങ്ങേണ്ടി വരത്തില്ല. സ്തോത്രം. പല ഉന്നതരെയും കാണാൻ തുടങ്ങിയിട്ട് നാളുകള് അവരിന്നും ആ നാളെ പറഞ്ഞ് മാറ്റിവെക്കും. കുഞ്ഞുങ്ങൾ വിദേശ നാടുകളിൽ പോയി മരുഭൂമിയിൽ വേലയിൽ അവിടെ നന്മകൾ അനുഗ്രഹങ്ങൾ ന്യായമായി ലഭിക്കേണ്ടതായ അവിടെ കൈയുടെ അധ്വാനത്തിന്റെ ഫലം അത് കൊടുക്കാതെ വേണം സമയം നീട്ടി നീട്ടി വയ്ക്കുന്ന ആ ശരി പർവ്വതത്തിന്റെ പോരാട്ടം, ഏശാവിന്റെ പോരാട്ടം, സ്വർഗത്തിലെ ദൈവം ഇന്ന് വാഗ്ദാനത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അകത്തു മാറ്റി വെട്ടി മാറ്റി നിന്റെ തലമുറയ്ക്ക് ലഭിക്കേണ്ടതായ അധ്വാനത്തിന്റെ ഫലം ഏശാവിന്റെ പോരാട്ടങ്ങൾ സ്വർഗത്തിലെ ദൈവം അകത്തു മാറ്റി ദൈവം വിളിച്ചിറക്കിയ ആഗ്രഹത്തെ മുമ്പോട്ട് നടത്തി എത്തിക്കേണ്ട നല്ല ദേശത്ത് എത്തിച്ചെങ്കിൽ തലമുറകളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ടതായ നന്മകളെയും അനുഗ്രഹങ്ങളെയും കൊടുക്കാതെ നടന്ന് ചുറ്റിപ്പിടിപ്പിക്കുന്ന സമയം കളയിപ്പിക്കുന്ന വ്യയം ചെയ്യിപ്പിക്കുന്ന യേശാവിന്റെ ഭോലുകൾ ഇസ്മായേലിന്റെ ഭോലുകൾ ഇന്ന് മക്കാൻ ദൈവമാവ് അഴിച്ചു മാറ്റുകയാണ്. ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗത്തിലെ ദൈവം കയ്യിലേൽപ്പിക്കാം. ഏഴകാലത്തെ ദുഃഖം, മൂന്ന് ഏഴകാലത്തെ ചുറ്റിത്തിരി, നാലാമത്തെ ഏഴകാലം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഏഴകാലമായി അവരെ ധരിപ്പിക്കാൻ
അപ്പോൾ നാലാമത്തെ ഏറിയ കാലത്തെ ഭ്രമം, ഭയം, ഏറിയ കാലമായി ഒരു വ്യക്തി ഒരു പട്ടണത്തെ മുഴുവൻ ഭയപ്പെടുത്തി നിർത്തിയിരിക്കും. ശമരിയ പട്ടണത്തെ മുഴുവൻ. ആരാണ് വ്യക്തി? ശിമോൻ. എങ്ങനെയാണ് ഭ്രമിപ്പിക്കുന്നത്? ആവിചാരം ചെയ്ത് ശുദ്ധപ്രയോഗം ചെയ്ത് അവരുടെ പട്ടണത്തെ മുഴുവൻ ഭയപ്പെടുത്തി നിർത്തിയിരിക്കും. ആ പാരഗ്രാഫിൽ ഭ്രമിക്കുക എന്ന വാക്ക് 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 11-ാം വാക്യം വായിച്ചത്, 9-ാം വാക്യം വായിച്ചു. 9-ാം വാക്യം ഭ്രമിപ്പിച്ചു. അതാണ് ആ പാരഗ്രാഫിൽ കാണുന്ന 1-ാമത്തെ ഭ്രമിപ്പിക്കുക. ശിമോൻ ഒരു പട്ടണത്തെ മുഴുവൻ ഭ്രമിപ്പിച്ചു. എന്നിട്ട് 11-ാം വാക്യത്തിൽ ഏറിയ കാലമായി ഭ്രമിപ്പിച്ചു എന്ന 11-ാം വാക്യത്തിൽ കാണും. ഇനി 3-ാമത് ഭ്രമിക്കുക എന്ന വാക്ക് 13-ാം വാക്യത്തിലുണ്ട്. 13-ാം വാക്യം ഇപ്പൊ 3-ാമത് ഇവിടെ ഭ്രമിക്കുന്നത് ശിമോൻ. നേരത്തെ മറ്റുള്ളവരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന ശിമോൻ ഇപ്പോൾ ഭ്രമിക്കുക. അധികകാല ദൈവജനത്തെ ഭ്രമിപ്പിക്കാമെന്ന ഒരു ആവിചാരകരും ചിന്തിക്കണം. ഒരു ശിമോനും അധികകാലം ദൈവജനത്തെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. അവരെ ഭയപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ദേശത്തിന്റെ മധ്യേ ദൈവം അവരെ ഭയക്കും. സ്തോത്രം. ദൈവജനത്തെ ഭയപ്പെടുത്തുന്ന ഭാഗം അധികനാൾ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. നേരത്തെ വടക്കേരിയ പീഡി അനുഭവിക്കുന്ന നമ്മുടെ സമസ്യക്കാരായ സമർപ്പിച്ചു. ഞാൻ അടുത്ത ആഴ്ച വടക്കേരിയ പോവുകയാണ്. അടുത്ത ആഴ്ച ആൾക്കായി പോകുന്നു. പിന്നെ മഹാരാഷ്ട്രയിലും നേപ്പാളിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോയി. വളരെ കൂടുതലോട് എല്ലാ വർഷവും ഞാൻ പോകാറ്. ഒറീസയിലും മധ്യപ്രദേശിലും ഒക്കെ. ദൈവജനം പീഡയിലും ഭയത്തിലും ഞങ്ങളുടെ മിഷണറിയെ ചില വർഷങ്ങൾക്കും ഒറീസയിൽ വെടിവെച്ചു കൊണ്ടുവന്നു. ഗുരുമണി അദ്ദേഹം കൊല്ലപ്പെടുന്നതിന്റെ തലേ മാസം ഏകദേശം 45ഓളം പേരെ സ്നാനപ്പെടുത്തിയാണ്. ഭാര്യയെ കണ്ടുമുട്ടുന്നു, വെളിയിച്ചു സുവിശേഷ വിരോധി. അങ്ങനെയൊക്കെ പീഡ അനുഭവിച്ച രക്തസാക്ഷികളാണ് അനേകം. വടക്കേണ്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അധികനാൾ ദൈവജനത്തെ ഭയപ്പെടുത്താൻ കഴിയുന്നില്ല. ഇന്ന് ഭയപ്പെടുത്തുന്നവരെ തിരിച്ചു ഭയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി വചനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഭ്രമിപ്പിച്ച ശീമോൻ ഇപ്പൊ ഭ്രമിച്ചു. ഇവൻ മാനസാന്തപ്പെട്ട് അണപ്പെട്ട് ഈ ദൈവമക്കളുടെ അടുക്കലൊക്കെ വന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ മാനസാന്തര സ്നാനം ശരിയല്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിട്ട് ഇങ്ങനെ ശാസിച്ചു. ഞാൻ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം പകരാൻ എനിക്കും ആ ദാനം കിട്ടണമെന്ന് പറഞ്ഞ പണമാറ്റപ്പോ നിന്റെ പണം നിന്നോട് ആശിക്കേണ്ട നിന്റെ ഹൃദയം ദൈവസനെ നേരിടുന്നതല്ല എന്നൊക്കെ പറഞ്ഞ ഈ പത്രോസിനെ ശാസിക്കുന്നു. കാരണം ദൈവമക്കളെ ഇടയിൽ നടന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പരിശുദ്ധന്മാർ പകർച്ചയൊക്കെ നടന്നപ്പോ ഇവരെ ഇളക്കം തട്ടി ഇദ്ദേഹം കീഴിൽ വന്നു. ഇദ്ദേഹത്തിന്റെ സ്നാനം ശരിയല്ലാതെ തെളിവ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചത്. ഇതേ സ്നാനമായിട്ട് ആരോടാ ചേർന്നത്? നമ്മളെ സ്നാനപ്പെടുന്ന ആരോട് ചെയ്യാൻ കത്താപ്പൊടി അല്ല യേശുവിനോട് ചേരുക.
ഇവൻ സ്നാനമേറ്റതായി. അപ്പൊ നമ്മൾ സ്നാനമേറ്റത് യേശുവിനോട് കർത്താവിനോട് ഇതേ സ്നാനപ്പെടണം. അതായത് സ്നാനം തന്നെ ശരി. അതുകൊണ്ടാണ് പത്രോസിനെ ശാസിച്ചു. ഏറിയതാ ഭയപ്പെട്ട വിഷയത്തിൽ കർത്താവ് ദൈവസഭയ്ക്ക് വിടുതൽ കൊടുത്തേക്കും. ദൈവത്തിലേക്ക് ഏറിയ നാളാണ് ഭയപ്പെടുന്ന വിഷയത്തിൽ ഈ 2025 തന്നെ ദൈവ വിടുതല വിശ്വസന ഓരോരുത്തർക്കും ഓരോ ഭയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം തക്ക സമയത്ത് നടന്നില്ലെങ്കിൽ പ്രായം കൊടുക്കുമ്പോ ഞാൻ 3 മക്കളുടെ അപ്പന എല്ലാവരും മോഡൽ വിവാഹം അല്പം നീണ്ടുപോയപ്പോൾ ആദ്യം പൂതി എല്ലാം നടന്നു. അപ്പൊ പല വിഷയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നത്. തക്ക സമയത്ത് അതൊക്കെ തലമുറകളെ കിട്ടണം. അതൊക്കെ ഉണ്ടാകാതെ വരുമ്പോ ഏത് മാതാപിതാക്കളും ഭയപ്പെട്ടു പോകും. ഏത് കാലത്തെ ഭയ വിഷയത്തിൽ ദൈവവാക്യത്തിന് വിടുതൽ കൊടുത്തേക്ക്. വിടുവിക്കുന്ന ഓരോരുത്തരുടെ ഭയമാണ് വ്യത്യസ്തമാണ്. ഏത് ഭയ വിഷയമാണെങ്കിലും ഏത് കാലത്തെ ഭയത്തിന് ദൈവം നിരാകരിക്കും. അതിയതാണ് ഭയപ്പെടേണ്ടി വരത്തില്ല. നേരെ ചിന്ത വേഗം അവസാനിപ്പിക്കും. ഇനി 5-ാമത്തെ ഏരിയ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. 3-ാം സംവത്സരത്തിൽ അപ്പോൾ 5-ാമത്തെ ഏറിയകാലമായി മുടങ്ങിക്കിടന്ന അരുളപ്പാട്. ആ ഏറിയകാലം 3 വർഷമാണെന്ന് അവിടെ എഴുതിട്ടോ. 3.5 വർഷമാണ്. 3 വർഷത്തിനപ്പുറം ഏലിയാവിന് അരുളപ്പാടുണ്ട്. അത് 17-ാം അധ്യായത്തിൽ നമ്മളെ വായിക്കുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിന് കിട്ടി. അതിന്റെ 3-ാം വാക്യം. അതിന്റെ 2 വായിച്ച പിന്നെ അവന് ഇത് 3 വർഷം മുമ്പ് കിട്ടിയ അരുളപ്പാട്. എന്താണ് അരുളപ്പാട്? ഈ ദൈവം കാക്കിയോട് പറഞ്ഞില്ല അപ്പോൾ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ദൈവം കാക്കിയോട് പറഞ്ഞത് എന്റെ ദാസനായ ഏലിയാവ് കെരീത്തോട്ട് എന്നെ ഒളിച്ചിരിക്കണം. ആ ഏലിയാവിന് നീ ഭക്ഷണം കൊടുക്കണം. എത്ര നേരം ഭക്ഷണം കൊടുക്കണമെന്നൊന്നും ദൈവം പറഞ്ഞു. എന്താ ഭക്ഷണമെന്ന് ദൈവം പറഞ്ഞു. ഒറ്റ കാക്കാൻ നീ എന്ത് ചെയ്യണം? ഏലിയാവിന് ഭക്ഷണം കൊടുക്കണം. അപ്പൊ നിന്റെ കാക്ക ഭക്ഷണം തരികയാണ്. ദേശത്തെ ക്ഷാമം, ഒരു വീട്ടില് ഭക്ഷണം, ആരും കൂടെ ഭക്ഷണം ഉള്ളത് ആഹാരം ഒട്ടാകരുത്. ഈ കാക്ക അവിടെ വട്ടമിട്ട് നോക്കിയപ്പോ കാണാം ആഹാര ഒട്ടാരത്തിന് മുറ്റത്ത് മേശകളെ അടിക്കാൻ നമുക്ക് ബാഗിനെ കൊണ്ടുവന്നാൽ അങ്ങനെ ഉണ്ടോ പുസ്തകത്തിലൊന്ന് ചോദിക്കരുത്. ബാഗ് ഇങ്ങനെ അപ്പോ ഇങ്ങനെ നിരത്തി വെച്ചേക്കാതെ ആഹാരിന്റെ ഒട്ടാരത്തിലെ പണിയാളികൾക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ പല ഡ്യൂട്ടിയാണ്. കാലാഗ്രഹത്തെ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, വഴി ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ. അവർക്ക് കൊടുക്കാറുള്ള ഭക്ഷണപ്പൊതി ഇങ്ങനെ വച്ചേക്കും. ഈ ഭക്ഷണപ്പൊതി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒന്നും വാങ്ങാൻ കൊണ്ടുവരും. അന്ന് പ്ലാസ്റ്റിക് ഒന്നും. ഈ കടലാസ് കൊണ്ടുവരും. അന്ന് കടലാസ്. പിന്നെ ഈ ഇലപ്പൊതി അത് വേണേ വാങ്ങാൻ കൊണ്ടുവരും. ഇലപ്പൊതിക്കടുത്ത് ഇങ്ങനെ അപ്പോൾ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കാക്കയ്ക്ക് കൊത്തി പോക്കാൻ എളുപ്പം. ഈ കാക്കയിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ കാക്ക ഇംഗ്ലീഷിൽ റൈവൻ എന്നാണ്. റൈവൻ എന്ന് വെച്ചാൽ മരങ്കാക്ക. വലിപ്പമുള്ള വലിയ ചുണ്ടുള്ള മരങ്കാക്കയ്ക്കാണ് റൈവൻ എന്ന് പറയുന്നത്. ആ വാക്കാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പൊതിയൊക്കെ സുഖമായിട്ട് കൊത്തിപ്പോക്കാം. ഇവർ പതുക്കെ വന്നാൽ ഇതിലൊരു പൊതി
കുത്തിപ്പൊക്കി. അത് കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യാൻ പോകും. പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് വൈകുന്നേരമായപ്പോൾ വൈകിട്ടോട് ഇതുപോലെ വെച്ചിട്ടു. അപ്പൊ രാവിലെ വൈകിട്ടും ആഹാവിന്റെ ഒട്ടാരത്തിൽ ഓരോ പൊതി ഈ കാച്ച കുത്തിപ്പൊക്കി ആഹാവിന്റെ പോകും, ഏരിയ പോകും. അത്രയൊക്കെ നമുക്ക് വാമനെ കണ്ടാൽ പുസ്തകത്തിലുണ്ടോ എന്നോട് ചോദിക്കും. അപ്പൊ രാവിലെ അപ്പോൾ വെച്ച് വൈകിട്ടും അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ സഭയിൽ ഒരു കർത്തദാസൻ പ്രസംഗിക്കാം. അപ്പൊ ഞാനും ഉണ്ടാകും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണക്രമം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചാൽ മതി. അത് വിൽക്കാതിരുന്നാ പറഞ്ഞു. കാക്ക ഏരിയാവില് രാവിലെയും വൈകിട്ടുമാണ് ഭക്ഷണം. നമ്മളിപ്പോ 3 നേരം കഴിക്കും. പിന്നെ പണം കൂടിയവര് 4 നേരമൊക്കെ കഴിക്കും. കുറഞ്ഞത് 3 നേരം കഴിക്കും. ഈ 2 നേരം കഴിച്ചാൽ മതി അഭിപ്രായക്കാരൻ ഞാൻ. പക്ഷെ ഒരു കാര്യം നിർബന്ധം, രാവിലെ അപ്പോൾ വെച്ച് കിട്ടണം, വൈകിട്ടും അപ്പോൾ വെച്ച് കിട്ടണം. അങ്ങനെ രാവിലെ 2 ദോശയാണ് തന്നേച്ചാൽ ഇനി വൈകിട്ട് 2 ദോശയെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളതാണ് യോഗ്യമുള്ള സഹോദരന്മാരും ഞങ്ങളുടെ കട്ടിയന്മാരും അപ്പൊ 3 നേരം. അപ്പൊ 2 നേരം അന്നാ മതി എന്ന് പറയുമ്പോ ഭക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോ ഇതുകൂടെ ചിന്തിക്കണം. അപ്പൊ രാവിലെ അപ്പോൾ വെച്ച് വൈകിട്ടും അപ്പോൾ വെച്ച് ഒരു ദിവസം തോട്ടിലെ വെള്ളം പറ്റി. നമ്മുടെ മലയാള പാട്ടിലുള്ള കാക്കയും വരവ നിന്നാലും അങ്ങനെ പുസ്തകത്തിൽ താഴെ വായിക്കും. കാക്കയുടെ വരവ് നിന്നെന്നോ ബൈബിളിൽ. അതിന്റെ ഇനി 5-ാം വാക്യം വായിച്ചു, ഇനി 6-ാം വാക്യം വായിച്ചു. അവിടെ കാക്കയുടെ വരവ് നിന്നത് അവിടെ തോട്ടിലെ വെള്ളം പറ്റിയില്ലേ. പിന്നെ ഏരിയ എത്ര അവിടെ ഉണ്ടോ അത്ര കാക്കി അവരെ അപ്പോൾ വെച്ച് കൊടുത്തിരിക്കും. മഴ പെയ്യുന്നില്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. അപ്പൊ ദൈവത്തിന്റെ അകപ്പാട് ഏരിയ സീദോനോട് ചേർന്ന സറഫാത്തിൽ പോകും. ഈശ്വരന്റെ ജന്മദേശമാണ് ഈ സീദോൻ. അവിടെ നിങ്ങൾ അന്വേഷിക്കില്ല, അവിടെ ചെന്ന ഏരിയ ഒളിച്ചു മാറുന്നൊന്നും ഈശ്വരയില്ല, ചിന്തയില്ല. അവിടെ പോയി താമസിക്കും. അതിനുശേഷം അകലപ്പാട് മുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്നെ തന്നെ ആഹാബിന് കാണിക്കാൻ. അത് ഏതായാലും നീ ഒളിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. ഞാൻ നിന്നെ പുറത്തിറക്കും, നിന്നെ വെളിപ്പെടുത്തും. നീ ആരാണെന്ന് മറ്റുള്ളവർ അറിയത്തക്കവണ്ണം ഞാൻ ദേശത്തിന് മുമ്പിൽ, രാജാവിന്റെ മുമ്പിൽ ഞാൻ നിന്നെ വെളിപ്പെടുത്തും, നിന്നെ ഉയർത്തും. അത് ഏതാണ്ട് ഒളിച്ചിരിക്കാൻ ദൈവത്തിന്റെ ദാസന്മാരെ അനുവദിക്കത്തില്ല. ദൈവം പുറത്തെടുത്ത് മാനിക്കുന്ന ദിവസങ്ങൾ, ഉയർത്തുന്ന ദിവസങ്ങൾ ദൈവത്തിന്റെ ദാസനായ യഹോവയാണെന്ന് കർമ്മേൽ പർവ്വതത്തിൽ വെളിപ്പെടുത്തുന്ന ദിവസം മുന്നിലുണ്ട്. നമ്മൾ ഇവിടത്തെ ഏറിയ കാലം മുടങ്ങിക്കിടന്ന യഹോവയുടെ അകലപ്പാട് ഏഴ് കാലത്തെ 6-ാമത്തെ വിഷയം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 19-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം ഏഴ് കാലം കഴിഞ്ഞ ശേഷം യജമാനൻ മടങ്ങി വന്നു. ഏഴ് കാലം കഴിഞ്ഞപ്പോൾ യജമാനൻ വന്നു. എന്തിനെ കണക്ക് നിൽക്കാൻ, കൊടുത്തതിന്റെ കണക്ക് നിൽക്കാൻ യജമാനൻ മടങ്ങി വരും. ഏറിയ നാൾ കഴിഞ്ഞപ്പോ
താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തേച്ച് യജമാനൻ പോയി. മടങ്ങി വരും കൊടുത്തതിന്റെ കണക്ക് നിൽക്കാൻ. നമ്മുടെ കർത്താവ് പോയിട്ട് 2000 വർഷമാണ്. ക്രിസ്ത്യാനികൾ ചോദിക്കുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ. പക്ഷെ നമുക്കൊന്നറിയാം, ഏത് കാലം കഴിഞ്ഞെന്ന് തോന്നിയാലും നമ്മുടെ യജമാനൻ മടങ്ങി വരും. നമ്മളെ വേദി കഴിക്കാൻ മടങ്ങി വരും. നാമുമായി കണക്ക് നിൽക്കാൻ, തന്നതിന്റെ കണക്ക് ചോദിക്കുവാൻ യജമാനൻ മടങ്ങി വരും. നമ്മൾ കാത്തിരിക്കും. അവസാനിപ്പിക്കും. അത് ചരിത്രത്തിൽ നിന്നാണ് വാക്യത്തിൽ വിളിച്ചത്. പഴയ നിയമം അവസാനിക്കുന്നത് മലാക്കി പ്രവചനത്തിലാണ്. മലാക്കി പ്രവചനത്തിലും പുതിയ നിയമത്തിലും ആദ്യത്തെ കുടുംബം സഖറിയാവ് എലിസബത്ത് കുടുംബമാണ്. അതാണ് ഒന്നാമത്തെ കുടുംബം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം. ആ മലാക്കി പ്രവചനത്തിൽ ഈ സ്നാപക യോഹന്നാൻ, അത് കഴിഞ്ഞ് യേശു കർത്താവ് ജനിക്കുന്നു. ഇതിന് ഇടയ്ക്ക് 400 വർഷത്തെ ഇടവേള. അതുകൊണ്ടാണ് വേദപുസ്തകം 1500 വർഷം കൊണ്ട് എഴുതി എന്ന് പറയുന്നു. പഴയ നിയമം 1000 വർഷം കൊണ്ട്, പുതിയ നിയമം 100 വർഷം കൊണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഇടയ്ക്ക് 400 വർഷം, ചിലത് 500 വർഷം എന്ന് പറയുന്നു. എന്തെങ്കിലും മാറും. ആ 400 വർഷം ബ്ലാക്ക് ആൻഡ് പീരീഡാണ്, ഡാർക്ക് ഏരിയ, അന്ധകാര യുഗം. ആത്മീയമായ ഭൂമിയിൽ എന്ത് നടന്നു എന്ന രേഖകളില്ല. മലാക്കി പ്രവചനത്തോടുകൂടി പ്രവാചക ശബ്ദം അവസാനിക്കും. അടുത്തൊരു അരുളപ്പാട് കേൾക്കുന്നത് സ്നാപക യോഹന്നാനിൽ കൂടിയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ സ്നാപക യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ സ്നാപക യോഹന്നാൻ ഉണ്ടല്ലോ, അല്പസമയത്തേക്ക് ജ്വലിച്ച് പ്രകാശിച്ച വിളക്കായിരുന്നു. അല്പസമയത്തേക്ക് ജ്വലിച്ച് പ്രകാശിച്ച വിളക്കായിരുന്നു സ്നാപക യോഹന്നാൻ. അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോ സാക്ഷാൽ വെളിച്ചമായത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ സൂര്യനാണ്, അവൻ പരിചയാണ്, അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ഏറിയ കാലത്തെ അന്ധകാര യുഗത്തിന് ശേഷം സത്യ വെളിച്ചം ഈ ലോകത്തിൽ പ്രകാശിച്ചെങ്കിൽ അവിടത്തെ ഏറിയ കാലം ലോകം അന്ധകാരത്തിലാണ്. ആ ഏറിയ കാലത്ത് ഈ അന്ധകാരത്തിൽ നിന്ന് ലോകത്തെ വിരിച്ച് സത്യപ്രകാശത്തിലേക്ക്, സത്യ വെളിച്ചമായ കർത്താവ് നടത്തിയേക്ക് ഈ ദേശത്തിന് ഇരുട്ട് മാറ്റുവാൻ മറവേറിയിരിക്കുന്ന വിളക്ക് പോലെ, തന്നിലെ ശോഭിക്കുന്ന വിളക്ക് പോലെ ദൈവസഭയെ ദൈവം മാറ്റി വെച്ചത്. ഒരു കൂട്ടം ജനത്തെ ദേശത്തിൽ നിന്ന് ദൈവം വിളിച്ചു വരുന്നു. പല വിഷയം പ്രസംഗിക്കാൻ എന്റെ മനസ്സിൽ കാണാം. പല വിഷയങ്ങളുടെ തൊഴിൽപ്പടിയെങ്കിലും ദൈവാത്മാക്കളോട് പറഞ്ഞ ഈ വിഷയം പ്രസംഗിക്കും. ഏത് കാലത്തെ കാത്തിരിക്കും. ഇനി എത്ര നാളെ നീ കാത്തിരിക്കും? കാത്തിരുന്നു അടുത്തു എന്ന് പറയാത്തക്കണം വിഷയത്തിന്റെ വിടുതൽ വരും. കാത്തിരിക്കുന്ന ദൈവമല്ലോ, ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരിക. അധിക നാൾ കാത്തിരിക്കേണ്ടി വരിക. ആ പാവപ്പെട്ടവരുടെ അടുക്കിലേക്ക് നസരായ നടന്നു വന്ന് അവനെ എഴുന്നേൽപ്പിച്ച് വിട്ടതുപോലെ നിയമത്തിന് അതീതമായി നീ കാത്തിരിക്കുക.